നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. അമ്മേ, ഞെട്ടിയില്ലേ? ഞങ്ങളെ കണ്ടപ്പോ നീ ഞെട്ടിയില്ലേ? ഈ ഞെട്ടല് കാണാൻ വേണ്ടി തന്നെയാ ഉത്സവം മുടങ്ങിയ കാര്യം ഞങ്ങൾ നിന്നോട് പറയാതിരുന്നത്. എന്റെ ഐഡിയ എങ്ങനെയുണ്ട്? അമ്മേ, ഉത്സവം കഴിഞ്ഞിട്ട് തിരിച്ചു വരുമെന്നല്ലേ പറഞ്ഞത്? ഒരാഴ്ചയിലെ ഉത്സവം, ഒറ്റ ദിവസം കൊണ്ട് ഉത്സവം കഴിഞ്ഞോ? അതല്ലേ നിന്നോട് പറഞ്ഞത് ഉത്സവം മുടങ്ങിപ്പോയെന്ന്. കൊല്ലത്തിൽ ഒരിക്കലല്ലേ ഉത്സവമുള്ളൂ, അത് മുടങ്ങിയാൽ എങ്ങനെയാ ശരിയാവുന്നേ? അമ്മ തിരിച്ചു പോയിട്ടെ, ഉത്സവം മുടങ്ങാനൊന്നും പറ്റില്ല, അത് നടത്തിയേ പറ്റുമെന്ന് പറ. ചെല്ല്, ഇപ്പൊ തന്നെ ചെല്ല്. ഇവൻ എന്തൊക്കെയാ പറയുന്നേ? ഉറക്കപ്പിച്ചാന്ന് തോന്നുന്നു. എടാ, ഉത്സവം മനഃപൂർവ്വം മുടക്കിയതൊന്നും അല്ല. കീഴ്പ്പാട് പത്മനാഭൻ അമ്മാവനെ നിനക്ക് ഓർമ്മയില്ലേ? കുറച്ചു കാലമായിട്ട് കിടപ്പിലായിരുന്നു, ഇന്നലെ കാലത്ത് മരിച്ചു. തറവാട്ടിൽ പൊലയുണ്ടായ ഉത്സവം നടത്താൻ പറ്റുമോ? ഇത് വലിയ കൊലച്ചതിയായി പോയി. നീ എന്തൊക്കെയാടാ ഈ പറയുന്നേ? ഞാൻ പറഞ്ഞില്ല അമ്മേ, ഉറക്കപ്പിച്ച. നീ വാ. അയ്യോ, അങ്ങോട്ട് പോവല്ലേ. എന്താടാ? അത് എത്ര മണിക്കൂറായി ഞാൻ എന്റെ അമ്മയൊന്ന് കണ്ടിട്ട്. ഇന്നലെ കാലത്ത് കണ്ടതല്ലേ. എന്റെ അമ്മയുടെ മുഖം ഞാനൊന്ന് ശരിക്ക് കാണട്ടെ. നിന്റെ പൊന്നാരം കണ്ട് നിൽക്കാനൊന്നും എനിക്ക് നേരമില്ല. എടാ, നീ അമ്മയെ മാത്രം മിസ് ചെയ്തോളോ, എന്നെ മിസ് ചെയ്തില്ലേ? നിന്നോട് ആർക്കാടി സ്നേഹം? അമ്മേ, എന്താടാ ഇതൊക്കെ? എന്ത്? വീട് വൃത്തിയായിട്ട് കിടക്കുന്നു, ദൈവത്തിന്റെ മുമ്പില് വിളക്കും ചന്ദനത്തിനെയും കത്തിച്ചു വെച്ചിരിക്കുന്നു, അച്ഛന്റെ ഫോട്ടോയ്ക്ക് മുമ്പില് വിളക്കും പൂവും വെച്ചിരിക്കുന്നു. ആരാ ഇതൊക്കെ ചെയ്തത്? ഞാൻ തന്നെ, അല്ലാതാരാ? നീയോ? ഞാനല്ലാതെ ഈ വീട്ടിൽ വേറെ ആരാ ഉള്ളത്? അത് തന്നെ എന്റെയും ചോദ്യം. വേറെ ആരെയും വീട്ടിലുള്ളത്? പറയടാ, ആരുടെ വീട്ടിലുള്ളത്? ഞാൻ നിന്റെ ചേട്ടനാ. എടാ പോടാന്നൊക്കെ വിളിച്ചാലുണ്ടല്ലോ. നീ വിഷയം മാറ്റാന്ന് നോക്കണ്ട. ആരാ ഇവിടെ ഉള്ളത്? സത്യം പറയുന്നേ നിനക്ക് നല്ലത്. നിങ്ങൾ രണ്ടുപേരും ഇവിടെ ഇല്ലാത്തത് കൊണ്ട് എനിക്ക് ഉറക്കമേ വന്നില്ല. കുറേ നേരം ഞാൻ തിരിഞ്ഞും മറിഞ്ഞൊക്കെ കിടന്നു. 1 മുതൽ 100 വരെ എണ്ണിയ വേഗം ഉറക്കം വരുമെന്നല്ലേ പറയാ. ഞാൻ 1 മുതൽ 1000 വരെ എണ്ണി, ഉറക്കം വന്നില്ല. 10,000 വരെ എണ്ണി, എന്നിട്ടും ഉറക്കം വന്നില്ല. ഉറക്കം വരാതിരിക്കുമ്പോ സ്വാഭാവികമായിട്ടും ബോറടിക്കുമല്ലോ. ബോറടി മാറ്റാൻ എന്തെങ്കിലും ചെയ്യണമല്ലോ. വീട് ക്ലീൻ ചെയ്യാന്ന് അപ്പൊ തോന്നിയ ഐഡിയ. എങ്ങനെയുണ്ട്? വീട് മൊത്തം ക്ലീൻ ചെയ്ത് കുന്തിരിക്കാൻ പുകച്ചപ്പോ മൈൻഡ് ഒന്ന് ഫ്രഷ് ആയതുപോലെ തോന്നി. അപ്പൊ എനിക്ക് തോന്നി അച്ഛന്റെയും ദൈവങ്ങളുടെയും മുന്നിൽ വിളക്ക് കത്തിച്ചേക്കാന്ന്. അപ്പൊ തന്നെ കുളിച്ച് വിളക്ക് കത്തിച്ചു. എന്റെ മൈൻഡ് മൊത്തത്തിൽ ചേഞ്ചായി. നല്ല ഉണർവ്. ഞാൻ ആളാകെ മാറിയെന്ന് എനിക്ക് തന്നെ തോന്നി. ശരിയാ മോനെ, ഒറ്റ ദിവസം കൊണ്ട് നീ ആളാകെ മാറിപ്പോയി. നീ എന്താ പറഞ്ഞത്? കുളിച്ച് വിളക്കത്തിച്ചെന്നോ? നിന്നെ കണ്ടിട്ട് കുളിച്ച പോലെ തോന്നുന്നില്ലല്ലോ. ഉറക്കത്തിന് എഴുന്നേറ്റ് വന്ന പോലെ എനിക്ക് തോന്നുന്നത്. നിനക്ക് അങ്ങനെ തോന്നും. എന്താ കാരണം എന്നറിയോ? നിന്റെ തലയിൽ തലച്ചോറല്ല, നിറയെ കുശുമ്പ. എന്നും ഇങ്ങനെ വേണം മോനെ. കണ്ടു പഠിക്കടി. നീ വാ. ഈശ്വര, ഈ പാറു ഇതെവിടെ പോയി? എടാ പ്രിയ, ഇങ്ങോട്ട് വന്നേ. എടാ പ്രിയ. അയ്യോ, തീർന്നു. ഇനി ഒരു വെള്ള തുണിയെടുത്ത് എന്നെ പുതപ്പിച്ചാ മാത്രം മതി. ഞാൻ എന്താ വരുന്നമ്മേ? അയ്യോ. എടാ പ്രിയ. എന്താ അമ്മേ? എന്താടാ ഇത്? പോകുമ്പോ ഞാൻ നല്ല വൃത്തിയായിട്ട് വിരിച്ചിട്ടിരുന്നതാ. ഇപ്പൊ നോക്ക്, അലങ്കോലായിട്ട് കിടക്കുന്നു. നീ നിന്റെ മുറിയിലല്ല കിടന്നത്, ഇവിടെ ആരാ കിടന്നത്? അത് അമ്മേ, എന്തോ ഉടായ്പുണ്ടെന്ന് ഞാൻ അപ്പോഴാ പറഞ്ഞില്ലേ അമ്മേ? ഒരു ഉടായ്പൂല്ല.
കിടന്നിട്ട് ഉറക്കം വന്നില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ. ഈ റൂമില് അമ്മയുടെ മണമുണ്ടല്ലോ, അതുകൊണ്ട് ഇവിടെ കിടന്ന ഉറക്കം വരുമെന്ന് കരുതി ഇവിടെ വന്ന് കിടന്നു. ആ അമ്മയുടെ ബെഡ്ഷീറ്റ് പുതച്ചപ്പോ അമ്മ എന്നെ കെട്ടിപ്പിടിക്കുന്ന പോലെ തോന്നി. പക്ഷേ എന്നിട്ട് ഉറക്കം വന്നില്ല. എണീറ്റ് പോകുമ്പോ ബെഡ്ഷീറ്റ് മടക്കി വെക്കണ്ട മോനെ. ആ സാരമില്ല, ഇവള് മടക്കിക്കോളും. ഞാനോ? എന്താ മടക്കി വെച്ചാല്? മടക്കടി. പാറുവിനെ പൊക്കിയെന്നാ ഞാൻ കരുതിയത്. അവളപ്പ എന്റെ റൂമിലുണ്ടാവും. അമ്മയ്ക്ക് അങ്ങോട്ട് പോകാൻ തോന്നാതിരുന്നത് എന്റെ ഭാഗ്യം. ആ മോൻ പോയിക്കോ, ഞാൻ കുളിച്ചിട്ട് അടുക്കള കയറട്ടെ. അമ്മ അമ്മ അമ്മ, ഞാൻ ആദ്യം കുളിക്കാം. സൈഡ് സീറ്റ് ഇരുന്നിട്ട് മുഖത്തും മുടിയിലും മൊത്തം പൊടിയാ. ഞാൻ കുളിച്ചിട്ട് അമ്മ കുളിച്ചാ മതി. നിന്റേത് കുളിയല്ലോ, നീരാട്ടല്ലേ. മിനിമം 1 മണിക്കൂറെങ്കിലും എടുക്കില്ലേ? കുളി കഴിഞ്ഞ് വരുമ്പോഴേക്കും വലതും ഉള്ളിലേക്ക് ചെല്ലണ്ടേ? ഞാൻ വേഗം കുളിച്ചിട്ട് ഇറങ്ങാം. പ്ലീസ് അമ്മേ, എനിക്ക് എന്നെ തന്നെ വേർപ്പ് കണക്കുന്നു, അതുകൊണ്ടാ. ഇവന്റെ കുളിയൊക്കെ കഴിഞ്ഞതല്ലേ, നീ അവന്റെ ബാത്റൂമിൽ പോയി കുളിക്കേ. ആ ശരി. അയ്യോ, എന്റെ റൂമില് പാറുണ്ട്. ഇവൾ അവളെ കണ്ട എല്ലാം പൊളിയും. ഇങ്ങനെ ഇപ്പൊ ഒന്ന് മാനേജ് ചെയ്യാൻ. നീ എങ്ങോട്ടാ? നിന്റെ ബാത്റൂമിൽ പോയി കുളിക്കാൻ അമ്മ പറഞ്ഞത് നീ കേട്ടില്ലേ? എന്റെ ബാത്റൂമിൽ കുളിക്കാനൊന്നും പറ്റില്ലേ? കുളിക്കാൻ പറ്റില്ലേ? പിന്നെ ഫുട്ബോൾ കളിക്കാനാണോ ബാത്റൂം ഉണ്ടാക്കി വെച്ചിരിക്കുന്നേ? അത് എന്റെ റൂമാ. മറ്റുള്ളവർക്ക് അതിൽ കുളിക്കാനുള്ള പെർമിഷൻ ഇല്ലെന്നാ ഞാൻ പറഞ്ഞത്. ആർക്ക് വേണം നിന്റെ പെർമിഷൻ? പറ്റില്ലെന്ന് പറഞ്ഞില്ലേ? പോടാ. എടി പോലെ. അയ്യോ, എടി എടി എടി. ഈ ബാത്റൂമിൽ കുളിക്കാൻ പറ്റില്ലെന്നല്ലേ നിനക്ക് പറയാനുള്ളത്? അത് ആദ്യമേ നീ പറഞ്ഞു കഴിഞ്ഞു. അതിനുള്ള മറുപടി ഞാനും പറഞ്ഞു കഴിഞ്ഞു. നീ എന്തേ നോക്കുന്നേ? ഒരു പാമ്പിന്റെ ശബ്ദം കേട്ടതുപോലെ തോന്നി. എന്റെ അനിയത്തിക്ക് ഒരു ആപത്തും വരാതെ നോക്കേണ്ടത് ഈ ചേട്ടന്റെ കടമയല്ലേ? നീ ശബ്ദം കേട്ടതല്ലേ ഉള്ളൂ, ഞാൻ കണ്ടു. രാജവമ്പാലയാ. നീ ആരെടാ പറ്റിക്കാൻ നോക്കുന്നേ? ഓരോ ഉടായ്പായിട്ട് വന്നോളൂ. എടി ഞാൻ പറഞ്ഞ സത്യവടി. സത്യം. എടി എടി എടി, നിക്ക് നിക്ക് നിക്ക്. ഞാൻ പറഞ്ഞത് കള്ളമല്ല. ഒരു മിനിറ്റ്. രക്ഷപ്പെട്ടു. രക്ഷപ്പെട്ടെന്നോ? നീ എന്താ ഉദ്ദേശിച്ചത്? ബാത്റൂമിൽ പാമ്പില്ല, അതുകൊണ്ട് പാമ്പ് കടി കൊള്ളാതെ നീ രക്ഷപ്പെട്ടു. നിന്റെ കള്ളക്കളി ഞാൻ കണ്ടുപിടിച്ചോളാം. മാറ അങ്ങോട്ട്.